അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. മെമ്പർ വിളിച്ച് പറയാം. ഹലോ 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 മെമ്പറേ. എന്തെന്താ വിശേഷം? സുഖം തന്നെ. എന്റെ പൊന്നു മെമ്പർ, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നിൽക്കാ. എന്റെ പൊന്നു മെമ്പറെ, ഇന്ന് ലോൺ അടയ്ക്കേണ്ട ദിവസമാണ്. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസയും ഇല്ല. നിന്റെ കെട്ടിയും മുരുകനില്ലേ, അവനോട് പറ കാര്യം. അയാൾക്ക് ഒന്നും അറിയണ്ട, ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ടാണല്ലോ അങ്ങേരെ എന്റെ തലയിൽ പിടിച്ച് കെട്ടി വെച്ച് തന്നത്. അതെ. എന്നിട്ട് ഇങ്ങനെയുള്ള ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ എന്തിനാ മെമ്പർ എന്റെ തലയിൽ വെച്ച് കെട്ടി തന്നത്? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ രമണിയുടെ വീട്ടിനടുത്തെത്തി, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നു മെമ്പർ, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ശരി ശരി, ഓക്കെ. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ ഇപ്പഴത്തെ സ്നേഹാരെ വീട്ടിൽ കയറിട്ട് വരാം കേട്ടാ. ശരി ശരി, വെച്ചോ വെച്ചോ. ഒരു പോരാ. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട മെമ്പറെ. അങ്ങനെ പറയല്ലേ, ഞാൻ ഓട്ടോ പിടിച്ച് വന്നതല്ലേ, കാര്യം പറയേ. മെമ്പറെ, എനിക്ക് നീ ഇയാളെ കൂടെ ജീവിക്കണം. എനിക്ക് ഇവിടുന്ന് പോയാ മതി. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞില്ല മെമ്പറെ. അയാളെ കുറിച്ച് പറയാനാണെങ്കിൽ ജോലിക്ക് പോവില്ല, ഭയങ്കര മടിയാണ്. പിന്നെ രാവിലെ 8 മണി എന്നാവുമ്പോഴേ ഉറക്കം എണീക്കുള്ളൂ. അത് സന്തോഷമുള്ള കാര്യമില്ലേ? ഓരോരുത്തന്മാർ എഴുന്നേക്കുന്ന 12 മണിക്കാണ്. അപ്പൊ 8 മണിക്കെങ്കിലും എഴുന്നേക്കുന്നില്ലേ? പക്ഷെ 8:30 വല്ലതും കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. പിന്നെ 1 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് വീണ്ടും എന്തെങ്കിലും കഴിച്ചിട്ട് 1:30 വീണ്ടും കിടന്നുറങ്ങും. പിന്നെ 9 മണിക്ക് പിന്നെ എഴുന്നേക്കും. പക്ഷെ 10 മണിയാകുമ്പോ ഇതേപോലെ എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് പരിപാടി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം, കാര്യം മനസ്സിലാക്കാൻ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്റെ പൊന്നു മെമ്പർ, എന്നാലും അയാൾക്കൊന്നും മനസ്സിലാവില്ല മെമ്പർ. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? അവിടെ ഇവിടെ നടക്കുന്നില്ല, നീ അറിയണ്ട. അവർക്ക് ലോൺ എടുക്കേണ്ട ദിവസമാണെന്ന്. ലോൺ അടയ്ക്കേണ്ട ദിവസമാണെന്ന്. എന്റെ പൊന്നു മെമ്പറെ, അയാൾക്ക് ഒന്നും അറിയണ്ട. വായം തുറന്നു വെച്ച് ഉറങ്ങിയാ മതി. ഉറക്കത്തിലെങ്കിലും ഞാൻ എന്റെ വായം തുറക്കണ്ടേ മെമ്പറെ? അതിനെങ്കിലും ഒരു സാധനം എനിക്ക് വീട്ടിൽ വേണ്ടേ? ഇപ്പൊ എന്താ അതിന്റെ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം? ഇന്ന് ലോൺ അടയ്ക്കാനുള്ള പൈസ എനിക്ക് കിട്ടിയിരിക്കണം. ലോൺ അടയ്ക്കാനുള്ള പൈസ എനിക്ക് കിട്ടിയിരിക്കണം. അത്രയല്ലേ ഉള്ളൂ. കിടന്ന് ബഹളം വെക്കാതെ. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നിന്റെ ഗൂഗിൾ പേയിൽ ഞാൻ ഇട്ട് തരാം. നിനക്കിപ്പോ പൈസ അടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇതിനൊക്കെ വലിയ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് രാജു. രാജുവിനെ വിളിച്ചപ്പോ ലോൺ അടയ്ക്കാനുള്ള പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അതോടുകൂടി ഇതിന്റെ ഇറങ്ങിപ്പോക്കാൻ നിൽക്കുമല്ലോ. ഒരു കാര്യങ്ങൾ ലോൺ അടയ്ക്കാം. ഒരു 600 രൂപ എനിക്ക് കൂടെ തരാൻ പറ. ലോൺ അടച്ചില്ല, പെണ്ണുമ്പിള്ള അവിടെ അല്ല, നിങ്ങളെ കണ്ട ഒരു കുഴപ്പമില്ലല്ലോ. നല്ല വെള്ളം ഡ്രസ്സ് വിട്ട് എന്നിട്ട് 600 രൂപ ലോൺ അടയ്ക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മെമ്പർ ഇങ്ങനെ നടക്കുന്നത്? എടാ, എന്നെ കണ്ട കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഞാൻ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ഒതുക്കി ജീവിക്കുന്ന ഒരാളാണ്. നിനക്കറിയാമോ, മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ കരയുന്നത് ആരും കാണുന്നത് എനിക്കിഷ്ടം. ഇങ്ങനെയുള്ളവന്മാരാണ് ഈ കുളത്തിൽ കുളിക്കാറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കുന്നത്. അതാവുമ്പോൾ വേറെ ആരും കാണത്തില്ലല്ലോ. എന്റെ പൊന്നു മെമ്പർ, എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്ക് അയാൾക്കും കൂടെ കൊടുക്കുക 600 രൂപ. ഹലോ രാജു, അളിയ ഇന്ന് ലോൺ അടച്ചില്ലെന്ന് പറഞ്ഞ് പെണ്ണുമ്പിള്ള ഭയങ്കര വിഷയം. നീ ഒരു കാര്യം ചെയ്യണേ, പൈസ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഒരു 10,500 രൂപ താഴെ ഞാൻ തരാം. ഞാൻ തിരിച്ചു തരാം. ഓക്കെ. തീർന്നല്ലേ നിനക്ക്? നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലേ? ഇനി നിനക്ക് അകത്ത് മര്യാദയ്ക്ക് കയറിപ്പോവോ? പ്രശ്നം തീർന്നല്ലോ. ഇനി എന്താ കുഴപ്പം? ഈ ആഴ്ചയിലെ പ്രശ്നം തീർന്നു. അടുത്ത ആഴ്ച ഇനി ഇയാൾ ആരെടുത്ത് കടം വാങ്ങി? അത് പോയിന്റ്. ഈ ആഴ്ച പ്രശ്നം തീർന്നു. അടുത്ത ആഴ്ച എന്ത് ചെയ്യും? അടുത്ത ആഴ്ച ഞാൻ വേറെ കടം മേടിച്ചു കൊടുക്കും. നാണം ഉണ്ടാടാ. ഇങ്ങനെ കണ്ടവരെ തന്നെ ജീവിക്കാനായിട്ട് കടം മേടിക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നു? ആരാണ് ഈ പറയണേ? ഒലേ തൂങ്ങുന്നവന്റെ കാലേ തൂങ്ങാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ അല്ല ഞാൻ കടമെങ്കിലും മേടിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവളിങ്ങനെ നാട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞു കിടക്കുക എന്റെ സ്വഭാവം കൊള്ളത്തിലാണ്. എടുത്തിലേക്ക് നാണല്ലേ? ഒന്നുമല്ല, ഞാൻ എന്റെ ഭർത്താവല്ലേ. ഇങ്ങനെ പറഞ്ഞു കിടക്കണതിന്റെ ആ ഒരു അന്തസ് വേണ്ടേ? ഈ പറയണ നിന്റെ സ്വഭാവം നല്ലയാണോ? അല്ലേ? ഈ പറയണ ഇവിടെ സ്വഭാവം നല്ലയാണോ? അല്ലല്ലേ? മെമ്പർക്ക് അറിഞ്ഞൂടാ? അല്ല, ആയിരിക്കും. അവൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞു ചോദിച്ചോ. ഞാൻ ഉള്ളൂർക്ക് ജീവിക്കുക അറിയാവോ? എന്താ എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഞാൻ എല്ലാം വിളിച്ചു പറയുവേ. കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നെ കൊല്ലാൻ നോക്കിയവളെ. ഞാനത് ആടുത്തും പറഞ്ഞിട്ടില്ല, അറിയോ? ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവളെ വീട്ടിൽ വിരുന്നിന് വിളിച്ചു. പുതുമോടിയല്ലേ? അപ്പൊ ഞാൻ ഇവളെ വീട്ടിൽ വിരുന്നിന് പോയി. അപ്പൊ ഇവളുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഞങ്ങൾ നാട് കാണാൻ ഇറങ്ങി. ഇവരുടെ പ്രദേശമല്ലേ. അപ്പൊ ഇവരുടെ നാട്ടിൽ വലിയൊരു കുളം. ഈ കുളത്തിന്റെ നടുക്ക് വലിയൊരു ബോർഡ് എഴുതി വെച്ചേക്കുന്നു.
കുളത്തിന്റെ മധ്യത്ത് മധ്യഭാഗത്ത് വലിയൊരു ബോർഡ് എഴുതി വെച്ചേക്കണം. ഇവിടെ ചോദിച്ചു ചേട്ടാ ആ ബോർഡിൽ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് പോയി വായിച്ചാ പറ്റുമോ? അവിടെ പോയി നോക്കി പറ്റുമോ? ഇവിടെ ഞാൻ എങ്ങനെ പുതുമോടിയല്ലേ, ഇവിടെ കൂട്ടുകാരികളുമായിട്ട് നിൽക്കുന്നു. അവര് മുമ്പിൽ നാണക്കേടല്ലേ വേണ്ടാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ഭാര്യ ഒരു കാര്യം പറയുമ്പോ ഞാൻ ഇവള് താന്ന് പോകണ്ടെന്ന രീതിയിൽ നമ്മൾ ഹീറോ ആവാൻ വേണ്ടി ഞാൻ വിചാരിച്ച് അങ്ങോട്ട് കുളത്തിലോട്ട് അങ്ങോട്ട് ചാടി എന്താന്ന് വായിച്ചിട്ട് വരാം. ചാടുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ചോദിച്ചതാ കുളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ കൊച്ചുനാള് മുതലേ കാണുന്ന കുളവാ. നമ്മളെ ഭാര്യ കൊച്ചുനാള് മുതലേ കാണുന്ന കുളമല്ലേ, ആ ഒരു സേഫ്റ്റിക്ക് ഞാൻ എടുത്തങ്ങോട്ട് ചാടി നീന്തി കുളത്തിന്റെ നടുക്ക് വന്ന് ബോർഡ് ഇങ്ങനെ വായിച്ചപ്പോ ബോർഡിൽ എന്തുവാ, കുളത്തിൽ മുതലേ ഉണ്ട് സൂക്ഷിക്കാന്ന്. എന്റെ ഉയിര് മുതലയുടെ വായിരുന്നെ ഞാൻ 6:60 നീന്തി കയറിയത് അറിയാവോ? അങ്ങനെ കൊല്ലാൻ നോക്കിയില്ലേ? ഇത് സ്നേഹയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. സ്നേഹ സ്വന്തം ഭർത്താവിനെ കൊലക്ക് കൊടുക്കാൻ പാടുണ്ടോ? എന്റെ മെമ്പറെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ ഭർത്താവായി ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു ഈ കുളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചിലെ മുതലേ കാണുന്ന കുളമാണെന്നാ ഞാൻ പറഞ്ഞത്. അത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാനായിട്ട് ഇയാൾ ചാടി ഇറങ്ങിയതാ കുളത്തിലേക്ക്. കൊച്ചിലെ മുതലേ കാണുന്ന കുളമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തോടെ ഒരു കാര്യം കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. പിന്നല്ലാണ്ട് വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കരുത്. എന്നിട്ട് ഞാൻ കൊല്ലോ നിക്കണോ? ഇത് തന്നെയാണ് വൃത്തിയുടെ സ്വഭാവം. വെച്ച് വാഴിപ്പിച്ചൂടാ. ഞാൻ ഇച്ചിരി ജോലിക്ക് പോകുന്നില്ല, പക്ഷെ എന്റെ ഗൾഫിലെ ജോലി ശരിയാവട്ടെ, ഞാൻ പൊക്കോളാം. ഇന്നലെ എന്റെ അമ്മ എവിടെ ഉറക്കത്തെ തെറി വിളിച്ചേക്കുന്നു. അനാവശ്യം പറയരുത്, അത് നിങ്ങളുടെ തോന്നലൊന്നും അല്ല മെമ്പറെ, ഞാൻ കേട്ടതാ. അതല്ല, ഉറങ്ങി എന്നുള്ളത് ഇയാളുടെ തോന്നലാ. ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെയാ തെറി പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കല്ലേ. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ വാർഡിലെ എല്ലാ കുടുംബങ്ങളും സമാധാനത്തോടും സന്തോഷത്തോടെ കഴിയണം. അതിനുവേണ്ടി മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ വീട് തോറും കയറി ഇറങ്ങി ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. മെമ്പറെ കയറി ഇറക്കുമോ നിർത്താവോ? ഈ വാർഡിലെ പകുതി പ്രശ്നം ഇപ്പൊ ഞാൻ കുറ്റക്കാരനായിപ്പോ. പിന്നല്ല എന്ത് കുറ്റക്കാരൻ? ഞാനൊരു കാര്യം പറഞ്ഞ കുറ്റമായി പോയി. നിങ്ങൾ ഇത് വന്ന് വലുതാക്കാനോ വന്നെയാണോ ഇല്ലാതാക്കാൻ? ഞാനിത് പ്രശ്നം സോൾവ് ചെയ്യാൻ വന്നത്. നിങ്ങളൊരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ ഭാര്യ ഭർത്താവ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാഗ് ഉണ്ടാകത്തു വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കൂ. കൂടുമ്പോ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം, അല്ല ഭൂകമ്പം ഉണ്ടാകുന്നതല്ല. മനസ്സിലായില്ലേ? സന്തോഷത്തോടെ ഇരിക്കണം. ഇവിടെ ആരും ഇല്ലേ? ഇതെവിടുന്നാ? ഒരു പെണ്ണ്. ഓഹോ, ഞാനപ്പോ ബാഗും കൊണ്ട് ഇറങ്ങാൻ നോക്കിയപ്പോ വേറൊരുത്ത ബാഗും കൊണ്ട് ദേ വരുന്നുണ്ട്. അയ്യോ, ഇനി ഏതാണ് ഇത്? അടുത്ത കുരിശൊന്നും അറിയില്ലല്ലോ. ഒന്ന് ഡീലി. ആരടി നീ? എന്റെ പേര് മിമ്മിനി. ഞാനൊരു സെയിൽസ് ഗേളായി. വീട്ടിലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്നത്. എന്റെ പൊന്നു മോളെ, ഇവിടെ ഒന്നും വേണ്ട, ഇപ്പൊ ഒന്ന് പോയി തരോ? ചേച്ചി അങ്ങനൊന്നും പറയില്ല. രാവിലെ തൊട്ട് 10-15 വീടുകൾ കയറും. ഒറ്റ മനുഷ്യൻ 10 പൈസയുടെ സാധനം വാങ്ങിച്ചിട്ടില്ല. ചെല്ലുന്ന വീട്ടിലെ ചേട്ടന്മാർക്കാണെങ്കിൽ ഇതൊന്നും വേണ്ട, എന്റെ നമ്പർ മാത്രം മതി. ചേച്ചി ഒന്ന് നോക്കിയേ ചേച്ചി. ചേച്ചിക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒന്ന് പരിചയപ്പെടാം. പരിചയപ്പെടുകയാണെങ്കിൽ ഞാൻ പുഷ്പൻ. ഇവിടുത്തെ നമ്പറാണ് 258 ഓർഡിനാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. അയ്യോ ചേട്ടാ, അതല്ല, ഞങ്ങളുടെ കുറെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ കഴുകാൻ നല്ല ബ്രഷ് ഉണ്ട്, നല്ല മിൽമാപ്പൊടി ഉണ്ട്, നല്ല മൈദാപ്പൊടി ഉണ്ട്. കോട്ടയം പ്രതിന്റെ പെങ്ങളാണ് ചേട്ടാ. എന്തുവാ ഇതൊന്നും നോക്കിയേട്ടാ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവിടെ മൊത്തം പ്രശ്നത്തിൽ നിൽക്കുവാണ്. ഒന്ന് പോയി തരൂ, ഇതൊന്നും വേണ്ട. മോളെ ഞാനൊരു കാര്യം പറയാം. ദൈവത്തെ കുറിച്ചിട്ടൊന്ന് പോയിട്ടാ. ഇവിടെ തലയ്ക്ക് സൗകര്യമില്ലായിരിക്കുകയാണ്. ചേട്ടാ എന്തു പറഞ്ഞേ? തലയ്ക്ക് സൗകര്യമില്ലായിരിക്കുകയാണ്. ചേട്ടാ അടിപൊളി ഒരു ഐറ്റം എന്റെ കയ്യിലുണ്ട്. ഈ തലയ്ക്ക് സുഖം കിട്ടുന്നേ. ചേട്ടാ നോക്കിക്കേ. ഓ കേട്ടാ, കൊണ്ടുപോയാ. ഞാൻ ആ ഒരു മൂഡിലായപ്പോഴത്തേക്ക് അറിഞ്ഞില്ല. അതാണ് ഇവിടെ ഒരു സെറ്റപ്പൊക്കെ ആയിപ്പോയി. അതൊരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാമിലിയുടെ ടെൻഷനൊക്കെ അങ്ങ് പറഞ്ഞു. ഒരേ അത്തപ്പം തന്നെ വാഴ വെട്ടണോ? എന്റെ പൊന്നു പൂജ എന്തെങ്കിലും ഒരു പ്രശ്നം ലീഡാവട്ടെ. ചേച്ചി എന്തെങ്കിലും ഒന്ന് എടുക്കി, കഷ്ടമുണ്ട് ചേച്ചി. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന ഒരു സാധനം ഈ ബാഗിനകത്തുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ചേച്ചി പറ. അതായത് ദേ ഈ നിൽക്കുന്ന ഭർത്താവിന്റെ മടി മാറി, ഉറക്കം മാറി, നല്ല ചുറുചുറുക്കോടുകൂടി ജോലിക്ക് പോവാൻ പറ്റുന്ന വല്ല ലേഹ്യോ കുഴമ്പോ വല്ല കഷായോ വല്ല ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം.
എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഈ പറഞ്ഞ ലേഹ്യോ കഷായോ മരുന്നോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്റെ ഭർത്താവിന് കൊടുത്തേനെ. ഞാൻ പിന്നെ ഈ ബാഗും കൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ചേച്ചി? എടി ഇഞ്ഞ് വാ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നീ നാഴിക്ക് 40 നേരം പറയുമല്ലോ എന്നെ പോലെ ഉറക്കം തൂങ്ങി ഭർത്താവ് വേറെ ഇല്ലാന്ന്. ഇങ്ങനെ പെണ്ണും പിള്ളെ പണിക്ക് വിട്ട് ഉറക്കം തൂങ്ങി ജീവിക്കുന്ന എത്ര കള്ളച്ചോറുണ്ടെന്നറിയാമോ ഈ ലോകത്ത്? മുരുക